രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കോൺഗ്രസിനുള്ളിൽ നിറച്ച് ഫ്രോഡുകളാണ്, ഫ്രോഡുകൾ കോൺഗ്രസിനെ കീഴടക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ആരെല്ലാമാണിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്? ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരു അപ്രമാദിത്വം കാണിച്ച് നേതാക്കളാകുന്നവരെ കുറിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അതായത് ബോട്ടം ലെവലിൽ പ്രവർത്തിച്ച് പരിചയമില്ലാതെ റീലും മറ്റ് പല മെത്തേഡിലൂടെ, പരസ്യങ്ങളിലൂടെ നേതാക്കളായവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് യൂത്ത് ലെവലിലുള്ളവരെ കുറിച്ചിട്ടായിരിക്കാം അദ്ദേഹം പറയുന്നത്. അതിന് പിന്നിൽ വേറെ ചില കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അതായത് എംപിമാർക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോ യൂത്ത് കോൺഗ്രസിൻ്റെതടക്കമുള്ള പലരും എംപിമാർക്ക് സീറ്റ് കൊടുക്കണം, പ്രത്യേകിച്ച് കെ സുധാകരന് അവിടെ കൊടുക്കണം, അങ്ങനെ വന്നാൽ ഇപ്പുറത്ത് പലർക്ക് കൊടുക്കണം, എന്തേ എംപിമാര് മത്സരിച്ചാൽ നിയമസഭയിലേക്ക് വന്നാൽ കുഴപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായ അഭിപ്രായം പറഞ്ഞ രണ്ട് പേരെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അതിലൊന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മറ്റേത് ശ്രീ വി ഡി സതീശൻ. അതിനുശേഷമേ മറ്റുള്ള ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ശ്രീ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഡയലോഗുകള്, അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അവസരങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടി നോക്കുമ്പോ യുവ നേതാക്കളുടെ പ്രവൃത്തി പരിചയക്കുറവും അവരുടെ തൻപ്രമാണിത്വവും ഒക്കെ ആയിരിക്കാം രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ ഒരു ഡയലോഗ് പറയാനുള്ള സാഹചര്യം. ഒരു കാര്യം ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ അടുത്ത കാലത്തായി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഒരു നല്ല നിലയിലേക്കുള്ള പ്രവർത്തനത്തിന് അനിവാര്യമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഈ അടുത്ത ദിവസം പറഞ്ഞു, കേരളത്തിൽ ഉടനീളം ഓടി നടന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുത്ത് കോൺഗ്രസിനെ ജീവിതം തന്നെ കൊടുത്ത നേതാക്കളെ ആരും മറക്കരുത്. ജനങ്ങൾ അവരെയൊക്കെ വിശ്വസിച്ചിട്ടാണ് ഇപ്പോ UDF ഒരു വിജയം സമ്മാനിക്കാൻ പോകുന്നത്. അപ്പൊ ജനത്തെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് ശരിയാകില്ല. അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകാര് തന്റെ ഇംഗിതം സാക്ഷാത്കരിക്കാൻ നേതാക്കളോട് അമിതമായ കടപ്പാടുകൾ കാണിക്കുന്ന പ്രസ്താവനകൾ എടുക്കുന്നവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ഫ്രോഡുകൾ എന്നൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നേ ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. ഇങ്ങനെ റീൽസിലൂടെ നേതാവാകുന്ന നേതാക്കളെ എന്ന് പറഞ്ഞു, അത് കറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കും? ഇപ്പോ റീൽസിലൂടെ UDF നേതാക്കളാവുന്ന യുവജനങ്ങളില് ഒരുപാട് പേര് പെടും. അതേസമയം ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് റീലിലൂടെ വരുന്ന ആളല്ല, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അല്ലാതെ തന്നെ അടുത്ത ഗഡുവിന് കുറെ നാളുകളായിട്ട് ചെറിയ കാര്യം ചെയ്ത് വലിയ രീതിയിൽ പ്രസ്താവന നടത്തി സോഷ്യൽ മീഡിയയുടെ കയ്യടി വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അതില് മാറ്റി നിർത്തിയിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയേക്കണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഉദ്ദേശിച്ച്, അവരെ സംരക്ഷിക്കുന്നവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടൊക്കെ ആയിരിക്കാം. കൃത്യമായി ശ്രീ രാജ്മോഹൻ പറയാത്തിടത്തോളം സമയം നമ്മള് ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ KPCC പ്രസിഡന്റ് അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലും കേരള മുഖ്യമന്ത്രിയും ശ്രീനാദേവി കുഞ്ഞമ്മ KPCC പ്രസിഡന്റും ആവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനോട് എങ്ങനെ നോക്കിയായിരുന്നു? അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് താനിരിക്കേണ്ട അടുത്ത് താൻ ഇരിക്കാതെ താൻ അപ്രമാദിത്വം കാണിച്ച് താനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വരുത്തുകയും ഒരു സ്റ്റേജ് വൈസില് രാഷ്ട്രീയത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ ആദ്യം പ്രസ്താവിക്കട്ടെ, അവരെ സപ്പോർട്ടിങ് എലമെന്റ് ആയിട്ട് ഈ ന്യൂജൻ വരാവൂ. വളരെ പക്വമതികളായിട്ട് ഇപ്പൊ KPCC പ്രസിഡന്റ് സംസാരിക്കുന്നത് വളരെ പക്വതയോട് കൂടിയിട്ടാണ്.
ഇപ്പുറത്തെ രമേശ് ചെന്നിത്തല എടുത്തോളൂ, വേണുഗോപാൽ എടുത്തോളൂ, PD സതീശൻ എടുത്തോളൂ. ഇവരൊക്കെ പ്രസ്താവിക്കുന്നത് വളരെ പക്വതാപരമായിട്ടാണ്. പക്ഷെ അവരെക്കാളും കടന്ന രീതിയിലാണ് പലപ്പോഴും വേദികളിൽ തന്നെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള യുവ നേതാക്കൾ പ്രസംഗിക്കുന്നത്. അവരുടെ പ്രസംഗം നല്ലതാണ്, അവർ സംഘാടകരാണ്. പക്ഷെ മൂത്തവരെ ഒന്ന് രാഷ്ട്രീയത്തിൽ നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ കുറച്ചുകൂടി കടത്തി വെട്ടി പ്രസ്താവന ഇറക്കുമ്പോഴൊക്കെ പാർട്ടിയുടെ നിലനിൽപ്പ്, ജനങ്ങൾക്ക് കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങള്, അതൊക്കെ നോക്കണ്ടേ? അപ്പൊ അതൊന്നും നോക്കാതെ എന്തെങ്കിലും കാര്യസാധ്യത്തിനായിട്ട് താൽക്കാലികമായി ഇവർ നടത്തുന്ന പ്രസ്താവനകള്, അതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഫ്രോഡ് പ്രസ്താവനകള്, തെറ്റായ പ്രസ്താവനകള്, കള്ളം പറയുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ സീനാദേവി കുഞ്ഞമ്മയാണെങ്കിലും അവർക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുമ്പോൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന അവരെക്കാളും മുൻപ് പാർട്ടി പ്രവർത്തനം നടത്തിയവർക്കൊക്കെ അത് ദഹിച്ചെന്ന് വരില്ല. അപ്പൊ അവരും അവരുടെ ഒരു ഈഗോ പുറത്തേക്ക് കൊണ്ടുവരാതെ പാർട്ടിയാണ് നമ്പർ 1, അതിനുശേഷമേ ഉള്ളൂ മറ്റുള്ള ആൾക്കാർ. അതേപോലെ ഔദ്യോഗിക ഭാരവാഹികളെയൊക്കെ മാനിച്ചുകൊണ്ട് അവര് പെരുമാറണം. എവിടെയെങ്കിലും അതിന്റെ കൺസേൺഡ് നേതാക്കളുടെ പെർമിഷൻ ഇല്ലാതെ പോയിട്ട് അവിടെയൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അതെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് സീനാദേവി കുഞ്ഞമ്മയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയൊക്കെ ആണെങ്കിലും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അവര് പരിധി വിട്ട് രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കുമ്പോൾ അത് ഒരു എലക്ഷൻ സീനറിയില് അത് വരുന്നത് നെഗറ്റീവ് ഇമ്പാക്ട് ആവും. പലപ്പോഴും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളായിരിക്കും, അവരുടെ പ്രസംഗം. ഇപ്പൊ സീനാദേവി കുഞ്ഞമ്മയുടെ പ്രസംഗമൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ചട്ടവട്ടം ഉണ്ടാവണം. അതൊക്കെ ഇല്ലാതിരിക്കുമ്പോ അതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഷയില്, ആ ഒരു സരസമായ ഭാഷയില് അദ്ദേഹം പറഞ്ഞത്. ഷാഫി പറമ്പില് കോൺഗ്രസിന് ഹൈജാക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഷാഫി പറമ്പില് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത് കൈയടക്കാൻ വേണ്ടി ഒരു സ്റ്റേജ് ആണെങ്കിൽ ആ സ്റ്റേജ് ഷാഫിയുടെ പ്രസംഗം കേൾക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ആ ഓർഡറിൽ മറ്റുള്ളവരുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ KPC പ്രസിഡന്റ് അല്ലെങ്കിൽ KPCയുടെ സീനിയർ ഭാരവാഹികള് അവരൊക്കെ കഴിഞ്ഞിട്ടാണ് താനെന്ന ഒരു ചിന്ത ഷാഫിയെ പോലുള്ള എല്ലാ യൂത്ത് പ്രവർത്തകർക്കും ഉണ്ടാകണം. ആ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ സ്വീകാര്യത കിട്ടിയത്. ഒപ്പം തന്നെ മറ്റാർക്കെങ്കിലും ഉണ്ടോ ഷാഫിക്കുള്ള ജനപിന്തുണ? കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലാണോ പറയുന്നത്? കോൺഗ്രസിൽ തന്നെ, കോൺഗ്രസിൽ തന്നെ ഷാഫിയേക്കാൾ ജനപിന്തുണ ഉള്ളവരാണ് ഒരു ഡസലിനേറെ ആൾക്കാരുണ്ട്. എത്രയോ പേര്. ഇപ്പൊ കോൺഗ്രസിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള നേതാവ്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ UDFനെ നയിക്കാൻ ചുമതലപ്പെടുത്തിയ PD സതീശൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ്. അതേപോലെ രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളിൽപ്പെട്ടതാണ്. KC വേണുഗോപാല് മുൻനിരയിൽ ഉള്ള ആളുകളാണ്. സണ്ണി ജോസഫ് മുൻനിരയിലുള്ള ആളുകളാണ്. അപ്പൊ അവരൊക്കെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ സമയത്ത് ഇവരെയൊക്കെ ഓവർടേക്ക് ചെയ്യുന്നു എന്ന് ജനത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഫീലിംഗ് ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ജനം അത് റിജക്റ്റ് ചെയ്യുള്ളൂ ലോങ് റണ്ണിൽ. അതാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അത് സെൽഫ് കൺട്രോൾ ചെയ്യേണ്ടത് ആ നേതാക്കളാണ്. പക്ഷെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ലഭിക്കുന്ന ഒരു അപൂർവ പിന്തുണയാണ് ലഭിക്കുന്നത്, ഒരു വലിയൊരു പിന്തുണയാണ് ലഭിക്കുന്നത്. നേതാക്കൾ പലരും തള്ളിപ്പറഞ്ഞു, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്നിട്ടും ഈ നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വലിയൊരു പിന്തുണ ലഭിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോ പിന്തുണ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് കോൺഗ്രസിന്റെ ഒരു പിന്തുണയാണ് അവിടെ ഉള്ളത്. കോൺഗ്രസില് ചില തെറ്റായ നടപടികൾ, കോൺഗ്രസിന്റെ ഒരു ജനപക്ഷത്ത് നിന്ന് സ്ത്രീകളോടുള്ള ആ സമീപനത്തിന്റെ ഭാഗമായിട്ട് എടുത്ത നടപടികളിൽ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതനുസരിച്ച് നിൽക്കുന്നുണ്ട്.
ഇത് മറ്റുള്ളവര് അതിന്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാളും വ്യത്യസ്തമായി അവര് ജനങ്ങളുടെ കൂടെയുള്ള ഒരു ജനങ്ങളുടെ പാർട്ടിയാണ്. ഒരു കേഡർ പാർട്ടിയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കേഡർ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടിയിൽ സ്ത്രീകളോട് ഏത് ലിമിറ്റ് വരെയും പെരുമാറാം, ഏത് കാര്യം വരെയും പറയാം എന്നൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിന്റെ ബേസിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികൾ എടുത്തിട്ടുള്ളത്. ആ നടപടികൾ ഒരു പക്ഷേ ഈ കേസിന്റെ കുറച്ചും കൂടി മുന്നോട്ടുള്ള പ്രയാണത്തില് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് കോൺഗ്രസിലേക്ക് എടുത്തുകൂടായി ഒന്നുമില്ല, എടുക്കേണ്ട ആളുമാണ്. പക്ഷെ അവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും നല്ല പീക്ക് ടൈമിലാണ് രാഹുലൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമായത്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ്, മിന്നാമിനുങ്ങിന്റെ ഒരു എഫക്റ്റേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ ശാശ്വതമൊന്നും അല്ല. അത് കഴിഞ്ഞ് അടുത്ത കാര്യം വരുമ്പോൾ അത് മറന്നുപോകും. ഇപ്പൊ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ തീവ്രമായ പല കാര്യങ്ങളും നേരത്തെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അത് ഒരു പെർമനന്റ് ഇമ്പാക്ട് അല്ല. എനിവേ, അദ്ദേഹത്തിന്റെ പ്രസ്താവനകള് UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള നിലയിൽ തന്നെയാണുള്ളത്. അത് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അവരൊക്കെ ഒരു മിതത്വം പാലിക്കണം